ഏട്ടത്തിയമ്മ എവിടെ? ഉറക്കമുണർന്നു വന്ന ഭർത്താവിൻ്റെ അനിയൻ ഉറക്ക ചോദിക്കുന്നത് കേട്ടുകൊണ്ടാണ് നിമ്മി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്താണ് എൻ്റെ ഏട്ടത്തിയമ്മ രാവിലെ തന്നെ അടുക്കളയിലായിട്ടും എനിക്കൊരു കോഫി പോലും കൊണ്ടു തരാത്തത്? നിമ്മിയെ കണ്ടതും ചിരിയോടെ തിരക്കി വിശാൽ അടുക്കളയിലേക്ക് കടന്നൊരു പാത്രം എടുത്ത് കാപ്പി ഉണ്ടാക്കി തുടങ്ങിയതും നിമ്മി അവനെ അനിഷ്ടത്തോടെ നോക്കി. ദാ ഏട്ടത്തിയമ്മേ, പിടിച്ചോ. ചൂടുള്ളൊരു കപ്പ് കാപ്പി അവൾക്ക് നേരെ നീട്ടി വിശാല് പറഞ്ഞതും കപ്പ് കയ്യിൽ വാങ്ങാതെ അവനെ തുറച്ചു നോക്കി നിമ്മി. ഇങ്ങനെ കണ്ണുരുട്ടി നോക്കി എന്നെ പേടിപ്പിക്കാതെ വേഗം ഈ കാപ്പി വാങ്ങി കുടിക്ക് ചെറിയെടുത്തി. എന്നിട്ട് പറ എങ്ങനെയുണ്ട് എൻ്റെ കാപ്പി എന്ന്. തന്നെ നോക്കി നിൽക്കുന്നവളുടെ കയ്യിലേക്ക് കാപ്പിക്കപ്പ് വെച്ചു കൊടുത്ത് വിശാൽ തൻ്റെ കാപ്പിയും എടുത്ത് പുറത്തേക്ക് നടക്കും നേരത്താണ് നിമ്മിയെ തിരക്കി വിശാലിൻ്റെ ചെറിയേട്ടൻ വിഷ്ണു വന്നത്. എന്താണ് ഇവിടെ ഏട്ടത്തിയമ്മയും അനിയനും കൂടി ഒരു സ്വകാര്യം പറച്ചിൽ? ചിരിയോടെ വിഷ്ണു തിരക്കുമ്പോൾ അവനെ ഒന്ന് കണ്ണുറുമ്പി കാണിച്ച് തൻ്റെ റൂമിലേക്ക് നടന്നു. എന്താണ് നിമ്മിക്കുട്ടി, രാവിലെ എൻ്റെ അനിയനുമായിട്ടൊരു രഹസ്യ സംസാരം? എനിക്കിട്ടുള്ള വല്ല പണിയുമാണോ? അവനെ ഉറങ്ങണ ഉറക്കത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, അമ്മാതിരി വിത്താണ്. നിമ്മിക്കരികിലേക്ക് ചാരി അവളുടെ കമ്മലിൽ താളമിട്ട് വിഷ്ണു ചോദിച്ചതിന് മറുപടി ഒന്നും പറയാതെ നിമ്മി തൻ്റെ കയ്യിലെ കപ്പ് വേഗം വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. വിശാലിനോട് അവൾക്ക് ഉള്ളിൽ തോന്നിയ അതേ അനിഷ്ടം അവനിട്ട കാപ്പിയോട് പോലും ഉണ്ടായിരുന്നു. ഇത് വിശാലിട്ട കോഫിയാണല്ലോ നിമ്മി, ഞാനോർത്തു താനിട്ടതാണെന്ന്. കയ്യിലെ കാപ്പിയൊന്നും മൊത്തി വിഷ്ണു പറഞ്ഞതും ചുളിഞ്ഞു പോയി നിമ്മിയുടെ മുഖം. ഒരു കപ്പ് കാപ്പിയിൽ നിന്നൊക്കെ അത് ഉണ്ടാക്കിയ ആളെ തിരിച്ചറിയാൻ പറ്റുമോ വിഷ്ണുവേട്ടന്? നിമ്മിയുടെ ചോദ്യം കേട്ടതും അവളെ നോക്കി തൻ്റെ ഇരുമിഴികളും ഒന്ന് ചിമ്മി വിഷ്ണു. അമ്മ ഈ കാപ്പിയെന്ന് കുടിച്ചിട്ട് പറഞ്ഞേ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണോ അതോ ഇവൾ ഉണ്ടാക്കിയതാണോ എന്ന്. പുറകുവശത്തു നിന്ന് അടുക്കളയിലേക്ക് കയറി വന്ന അമ്മയുടെ കയ്യിൽ കപ്പ് കൊടുത്ത് പറയുന്ന വിഷ്ണുവിനെ അന്താളിച്ച് നോക്കി നിമ്മി. ഒരു ചിരിയോടെ കാപ്പിയൊന്ന് മൊത്തി അമ്മ വിഷ്ണുവിനെയും നിമ്മിയെയും മാറി മാറി നോക്കി നിൽക്കാതെ വേഗം പറഞ്ഞേ, അമ്മേ ഇത് ഞങ്ങളിൽ ആരുണ്ടാക്കിയതാണെന്ന്. നിങ്ങൾ രണ്ടാളുമല്ല ഇതുണ്ടാക്കിയത് എൻ്റെ വിശാലാണ്. എന്താ ശരിയല്ലേ മോളെ? അമ്മയുടെ ചോദ്യത്തിലും മറുപടിയിലും നിമ്മിയുടെ മുഖമൊന്ന് വിളറി. അവളുടെ കണ്ണുകൾ വിഷ്ണുവിനെ തേടി. വിശാൽ ഉണ്ടാക്കുന്ന കാപ്പിയിൽ മാത്രമല്ല നിമ്മി, അവൻ്റെ സാന്നിധ്യമുള്ള ഏതൊന്നിലും ഉണ്ടാകും അവൻ്റെ ഒരു കയ്യൊപ്പ്. അതാണ് അവൻ്റെ ഒന്ന്. ആരും പറയാതെ തന്നെ അവനെ അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു മാജിക് ഉണ്ട് അവന്. അതൊക്കെ നീയും ഇനി മനസ്സിലാക്കും. ഇതിപ്പോൾ നീ എൻ്റെ ഭാര്യയായി ഈ വീട്ടിലേക്കും ഞങ്ങളുടെ ഇടയിലേക്കും വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. പോകെ പോകെ മനസ്സിലാകും. നിമ്മിയുടെ കവിളിൽ സ്നേഹത്തോടെ തട്ടി പറഞ്ഞ് വിഷ്ണു അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ തൻ്റെ ഉള്ളിൽ നുറഞ്ഞു പൊന്തുന്ന ദേഷ്യം പല്ലുകൾ കടിച്ചമർത്തി ഒതുക്കി നിമ്മി. അമ്മ, ഇന്ന് പാവയ്ക്ക തീയൽ ഉണ്ടാക്കുമോ? കുറേ ആയില്ലേ നമ്മൾ തീയൽ ഉണ്ടാക്കിയിട്ട്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം നിമ്മിയും അമ്മയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് വന്ന് വിശാൽ പറഞ്ഞു. അത് കേട്ടവനെ നോക്കി നിമ്മി. ഏടത്തിയമ്മയ്ക്ക് ഇഷ്ടമാണോ പാവയ്ക്ക തീയൽ? ഇവിടെ ഇത് എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ഒരാളും കൂടി കൂട്ടിനുണ്ടെങ്കിൽ ഞാൻ പൊളിക്കും. പറ, ഇഷ്ടമാണോ? നിമ്മിയോട് വിശാൽ ചോദിക്കുമ്പോൾ നിമ്മിയുടെ നോട്ടം ചെയ്തുകൊണ്ടിരുന്ന ജോലി മാറ്റിവെച്ച് വിശാലിനായി തീയൽ ഉണ്ടാക്കാൻ ഒരുങ്ങുന്ന അമ്മയിലാണ്. ഇരുണ്ടു പോയവളുടെ മുഖം ആ കാഴ്ചയിൽ. ഇഷ്ടമാണോ ഏട്ടത്തിയമ്മയ്ക്ക് തീയൽ? വിശാലാണ് പിന്നെയും. എനിക്കിഷ്ടമല്ല. ഇഷ്ടമില്ലാന്ന് മാത്രമല്ല, അതിൻ്റെ സ്മെല്ല് പോലും സഹിക്കാൻ പറ്റില്ല എനിക്ക്. തൻ്റെ പ്രിയ വിഭവത്തെ യാതൊരു മടിയുമില്ലാതെ വിശാലിന് മുന്നിൽ തള്ളി പറയുമ്പോൾ നിമ്മിയിൽ മുന്നിട്ട് നിന്നത് അവനോടുള്ള വാശി മാത്രമാണ്. എനിക്ക് മടുത്തു മമ്മി ഇവിടെ. വിഷ്ണുവുമായുള്ള വിവാഹം ഉറപ്പിച്ചത് മുതൽ, കല്യാണം കഴിഞ്ഞെങ്കിൽ വന്നത് മുതൽ ഞാൻ കേൾക്കുന്നതും കാണുന്നതുമാണ് വിശാൽ പുരാണം. എവിടെയും എപ്പോഴും ഒരു വിശാൽ, എന്തിനും ഏതിനും എല്ലാവർക്കും വിശാൽ. അവനെ ഊട്ടാനും ഉറക്കാനും എന്താ ഇവിടുത്തെ ബഹളമെന്നറിയോ മമ്മിക്ക്? അവനെ ശ്രദ്ധിക്കുന്നതിൻ്റെ പകുതി പോലും ഭാര്യയായ എന്നെ വിഷ്ണുവേട്ടൻ ശ്രദ്ധിക്കുന്നില്ല, അറിയോ മമ്മിക്ക്? 10-20 വയസ്സായി അവനെ ഇവരൊക്കെ കൊച്ചു കുഞ്ഞിനേക്കാൾ കഷ്ടത്തിലാണ് കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവിടുത്തെ മരുമകളായി കയറി വന്ന എന്നെ ശ്രദ്ധിക്കുന്നേയില്ല ഇവരാരും. മടുത്തു എനിക്കിതെല്ലാം കണ്ടിട്ട്. റൂമിൽ ചെന്ന് സ്വന്തം മമ്മിയെ ഫോൺ വിളിച്ച് തൻ്റെ മനസ്സിലുള്ളതെല്ലാം കൊട്ടിയിട്ടു നിമ്മി. അവളുടെ പരാതി കേൾക്കുക ഓരോന്നിനും പരിഹാരം നിർദ്ദേശിച്ച് നിൽക്കുമ്പോൾ നിമ്മിയുടെ മനസ്സിലും വിശാലിനോട് ദേഷ്യം നിറഞ്ഞിരുന്നു. ആ വീട്ടിലെ ആരുമല്ലാത്തൊരുത്തൻ അവിടെ സർവാധിപനായി ജീവിക്കുന്നത് അവർക്കും സഹിക്കാൻ പറ്റിയില്ല. വിഷ്ണുവിൻ്റെ ഏട്ടൻ വിശാഖിൻ്റെ ഭാര്യ വിദ്യയുടെ സഹോദരനാണ് വിശാല്. അനാഥരാണ് വിദ്യയും വിശാലും. ചെറുപ്പത്തിലെ ഒരു അപകടത്തിലൂടെ മാതാപിതാക്കളെ നഷ്ടമായവർ. വിശാഖ് വിദ്യയെ വിവാഹം കഴിച്ചപ്പോൾ ചേച്ചിക്കൊപ്പം ഇവിടെ എത്തിയതാണ് വിശാല്. ജോലി സംബന്ധമായി വിശാഖും വിദ്യയും ബാംഗ്ലൂരിലേക്ക് മാറിയപ്പോൾ അവർക്കൊപ്പം പോവാതെ നാട്ടിൽ നിന്നതാണ് വിശാല്. വിവരങ്ങളെല്ലാം വിഷ്ണു പറഞ്ഞറിഞ്ഞത് മുതൽ വിശാലിന് ഇഷ്ടമല്ല നിമ്മിക്ക്. ആരുമില്ലാത്ത ഒരുത്തൻ വീട്ടിലെ എല്ലാമായതിൻ്റെ ദേഷ്യം. തനിക്ക് എവിടെയും എപ്പോഴും എല്ലാവരുടെയും ശ്രദ്ധയും പരിഗണനയും കിട്ടണമെന്ന്, എല്ലാവരും ബഹുമാനിക്കണമെന്നുമെല്ലാം ചിന്തിക്കുന്നവർക്ക് വിശാലിനെ ഉൾക്കൊള്ളാൻ തക്ക വിശാല മനസ്സൊന്നുമില്ല. വിഷ്ണുവേട്ടാ, എനിക്ക് കോളേജിൽ നിന്ന് ടൂറ് പോകാനുള്ള പൈസയുടെ കാര്യം മറക്കല്ലേ? പതിവ് അത്താഴവേളയിൽ വിഷ്ണുവിനോട് വിശാൽ പറഞ്ഞത് കേട്ടതും ദേഷ്യം ഇരമി നിമ്മയിൽ. ടൂറിനുള്ള പൈസ മാത്രം മതിയോ നിനക്ക്? പോക്കറ്റ് മണിയൊന്നും വേണ്ടേ? അതുകൂടെ ചോദിക്കടാ നാണം കെട്ടവനെ നീ എൻ്റെ വിഷ്ണുവേട്ടനോട്. കഴിക്കാനായി കയ്യിലെടുത്ത ചോറ് തീക പാത്രത്തിലേക്ക് തന്നെ കുടഞ്ഞിട്ട് വിശാലിന് നേരെ ചെന്നു നിമ്മിയെങ്കിൽ അവളുടെ ചോദ്യത്തിലും ദേഷ്യത്തിലും പകച്ചുപോയ വിശാലിൻ്റെ കണ്ണ് നിറഞ്ഞു. ഏട്ടത്തിയമ്മേ,
ദയനീയമായി വിളിച്ചു പോയവൻ. ആരുടെ ഏട്ടത്തിയമ്മ? നിന്റെ ചേച്ചി കണ്ണും കലാശവും കാട്ടി വിശാഖേട്ടനെ കെട്ടി ഈ വീട്ടിലെ മരുമകളായതിൻ്റെ അരികു പറ്റി ഇവിടെ പറ്റിക്കയറിയവനല്ലേ നീ? സ്വന്തമായിട്ട് 5 പൈസ ഇല്ലെങ്കിലും അഹങ്കാരം കാണിച്ച് തിന്നു മുടിപ്പിക്കാൻ ഇവിടെ താമസിക്കുവാണ്. നാണം കെട്ടവൻ. നാണമുണ്ടോടാ നിനക്ക് ഇങ്ങനെ ഇരന്ന് ജീവിക്കാൻ? അതിരുകൾ ലംഘിച്ച് നിമ്മിയുടെ ശബ്ദം അവിടെ ഉയർന്നതും വിഷ്ണുവിൻ്റെ കൈ നിമ്മിയുടെ മുഖമടിച്ചു വീണിരുന്നു. ഇപ്പോൾ ഈ നിമിഷം ഇറങ്ങണം നീ ഇവിടെ നിന്ന്. ഇത്രമാത്രം വിഷമുള്ളിലുള്ളവളാണ് നീയെന്ന് ഞാൻ അറിയാൻ വൈകി. ഇപ്പോഴിറങ്ങണം നീ. നിമ്മിയോട് പറയുമ്പോൾ ദേഷ്യത്തിൽ വിറച്ചു വിഷ്ണു. വിഷ്ണുവേട്ട, ഞാൻ അത്... അടികൊണ്ട് കവിളിൽ കൈ ചേർത്ത് തപ്പിത്തടഞ്ഞു നിമ്മി. ഇവൻ എന്നോട് പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ പൈസയാണെന്ന പൂർണ്ണ ബോധ്യം അവനുള്ളതുകൊണ്ടാണ്. ഈ വീട് മുതൽ ഞാൻ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റും നീ ഇപ്പോൾ കഴിച്ച ഭക്ഷണം വരെ ഇവൻ്റെയാണ്. ഇവൻ്റെ അച്ഛൻ ഇവനും വിദ്യയ്ക്കുമായി സമ്പാദിച്ചു വെച്ചതുകൊണ്ട് ജീവിതം കെട്ടിപ്പടുത്തവരാണ് ഞാനും എൻ്റെ ഏട്ടനും. ഇവനോളം ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റൊന്നില്ല ഭൂമിയിൽ. ദേഷ്യത്തിൽ സത്യങ്ങൾ ഓരോന്നായി വിഷ്ണു വിളിച്ചു പറയുമ്പോൾ കേട്ട വാർത്തയുടെ പകപ്പിലാണ് നിമ്മി. തനിക്കടുത്തേക്ക് നിൽക്കുന്ന വിശാലിനെ തല ഉയർത്തി നോക്കാൻ പോലും സാധിക്കാതെ നാണം കെട്ട് നിമ്മി നിൽക്കുമ്പോൾ ഒരു മൂളിപ്പാട്ടോടെ തൻ്റെ മുറിയിലേക്ക് നടന്നു വിശാലം. ആരൊക്കെ വന്നാലും പോയാലും ഇതവൻ്റെ കുടുംബമാണെന്ന ഉത്തമ വിശ്വാസം അവൻ്റെ ഉള്ളിൽ അത്രമേൽ പതിഞ്ഞു കിടപ്പുണ്ട്. അത് മതി അവൻ ഈ ജന്മം. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്